ഹായ് സ്റ്റുഡൻസ്, കോൾസിൻ ഏരിയറിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റാണ് ഞാനിവിടെ പറയുന്നത്. കോൾസിൻ ഏരിയർ എന്ന് പറഞ്ഞാൽ കോൾ മണി നോട്ട് പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. കമ്പനി വിളിച്ചിട്ടും കമ്പനിക്ക് ഫുൾ എമൗണ്ട് കിട്ടിയില്ല, കോളിൻ്റെ ഫുൾ എമൗണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെയാണ് കോൾസിൻ ഏരിയർ എന്ന് പറയുന്നത്. ഇത് സാധാരണ എപ്പോഴും ഉണ്ടാവുകയെന്ന് പറഞ്ഞാൽ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾമെൻറ്റിലാണ് ഷെയർ വാല്യൂ കളക്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കേസിലാണ് കോൾസിൻ ഏരിയർ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ കോൾസിൻ ഏരിയർ വന്നാൽ രണ്ട് തരത്തിലുണ്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ഒന്ന് വിത്തൗട്ട് ഓപ്പണിംഗ് ദ കോൾസിൻ ഏരിയർ അക്കൗണ്ടും, രണ്ടാമത് ട്രാൻസ്ഫറിങ് ദ എമൗണ്ട് നോട്ട് റിസീവ്ഡ് ടു കോൾസിൻ ഏരിയർ അക്കൗണ്ടും. അതായത് ഫസ്റ്റിൽ പറയുന്നത് കോൾസിൻ ഏരിയർ എന്നുള്ള ഒരു അക്കൗണ്ട് അവിടെ ഓപ്പൺ ചെയ്യുന്നേയില്ല ഫസ്റ്റ് മെത്തേഡിൽ. സെക്കൻഡ് മെത്തേഡിൽ കോൾസിൻ ഏരിയർ സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് പറയുകയാണെങ്കിൽ നമ്മൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ കോൾസിൻ ഏരിയ എന്നുള്ളൊരു പേര് അവിടെ കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ കിട്ടിയ എമൗണ്ട് മാത്രം കാണിച്ചാൽ മതി. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ പറയാം. അതായത് ഫൈനൽ കോളിലാണ് കമ്പനിക്ക് കോൾസിൻ ഏരിയർ വന്നത്, ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഫൈനൽ കോളിൽ 2 lakhs ഡ്യൂ ആയിട്ടുണ്ട് കമ്പനിക്ക്. അതായത് 2 lakhs ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കളക്ട് ചെയ്യുമ്പോൾ ഫൈനൽ കോളിൽ വരുന്നത് 2 lakhs ആണ്. അപ്പോൾ 2 lakhs ആണ് കമ്പനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി കാണിച്ചിട്ട് വേണം കിട്ടുന്ന ജേണൽ എൻട്രി കാണിക്കാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 25,000 അവിടെ കോൾസിൻ ഏരിയർ ഉണ്ടെന്നും പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ജേണൽ എൻട്രി എഴുതേണ്ടത് ഫസ്റ്റ് ഡ്യൂ ആവുന്ന ജേണൽ എൻട്രിയാണ് എഴുതേണ്ടത്. ഞാനിത് അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ആഫ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ കോൾ മണി ഡ്യൂ ആവുമ്പോൾ 2 lakhs ഡ്യൂ ആവുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ 25,000 കിട്ടിയിട്ടില്ല എന്നും കൂടി പറയുന്നുണ്ടെങ്കിൽ ആ കിട്ടാത്തത് നമ്മൾ കോൾസിൻ ഏരിയർ എന്നാ പറയാം. പക്ഷേ ഈ കോൾസിൻ ഏരിയർ എടുക്കുന്നില്ലെങ്കിൽ, ക്വസ്റ്റ്യനിൽ എടുക്കുന്നില്ലെങ്കിൽ കോൾസിൻ ഏരിയർ ജേണൽ എൻട്രിയിൽ കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതായത് ഈ ഫൈനൽ കോളിൻ്റെ എമൗണ്ട് കിട്ടുമ്പോൾ കിട്ടുന്ന ജേണൽ എൻട്രി മാത്രം കാണിച്ചാൽ മതി. അതായത് 2 lakhs 25,000 ആണ് കോൾസിൻ ഏരിയർ വരുന്നത്. അപ്പം ബാക്കി 1,75,000 മാത്രമേ കമ്പനിക്ക് കിട്ടുന്നുള്ളൂ. അപ്പം ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ആഫ്റ്റർ ടു ഷെയർ ഫൈനൽ കോൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി. കോൾസിൻ ഏരിയർ എന്നുള്ള പേര് വേണ്ട ഈ ഒന്നാമത്തെ മെത്തേഡിൽ, വിത്തൗട്ട് ഓപ്പണിംഗ് കോൾസിൻ ഏരിയർ അക്കൗണ്ട്. ഇനി രണ്ടാമത്തെ മെത്തേഡ് ബൈ ട്രാൻസ്ഫറിങ് എമൗണ്ട് നോട്ട് റിസീവ്ഡ് ഇൻ കോൾസിൻ ഏരിയർ അക്കൗണ്ട് ആണ്. അങ്ങനെ വരുവാണെങ്കിൽ കോൾസിൻ ഏരിയറിന് പ്രത്യേകം കാണിച്ചിരിക്കണം. അത് ഞാൻ ഈ എക്സാമ്പിളിൽ എങ്ങനെയാണ് വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞുതരാം. ഇതിൽ ഡ്യൂ ആവുന്നത് നേരത്തെ പറഞ്ഞ 2 lakhs തന്നെ ഡ്യൂ ആവും. പക്ഷെ കിട്ടുമ്പം കിട്ടാത്തതും കൂടി ഇതിൽ കാണിക്കണം. അതായത് 1,75,000 മാത്രമേ കിട്ടുന്നുള്ളൂ. ബാങ്ക് അക്കൗണ്ട് ആഫ്റ്റർ 1,75,000 ഇട്ടു. കിട്ടാത്തത് കോൾസിൻ ഏരിയർ ആയിട്ട് കോൾസിൻ ഏരിയർ അക്കൗണ്ട് ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ട് 25,000 കാണിച്ചു. ടു ഷെയർ ഫൈനൽ കോൾ എന്ന് പറഞ്ഞിട്ട് 2 lakhs ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ കോൾസിൻ ഏരിയർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴും ഓപ്പൺ ചെയ്യാതിരിക്കുമ്പോഴും ജേണൽ എൻട്രിയിൽ വരുന്ന മാറ്റം. ഇനി നമുക്ക് മറ്റുള്ള കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഒന്ന് ക്ലിയർ ആക്കിയെന്നേ ഉള്ളൂ. നമുക്ക് നേരെ ഇതിലേക്ക് പോകാം. അപ്പോൾ ഓപ്പൺ അതായത് കോൾസിൻ ഏരിയർ അക്കൗണ്ട് സെപ്പറേറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കോൾസിൻ ഏരിയർ വരുന്ന ജേണൽ എൻട്രി, അതായത് പൈസ കിട്ടാത്ത ജേണൽ എൻട്രി കാണിക്കുന്നത്, പൈസ കിട്ടുന്നില്ല എന്ന് കാണിക്കുന്ന ജേണൽ എൻട്രി കോൾസിൻ ഏരിയർ അക്കൗണ്ട് ആഫ്റ്റർ ടു റിലവൻറ്റ് കോൾ. അതായത് റിലവൻറ്റ് കോൾ എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റിലാണ് പൈസ കിട്ടാത്തതെങ്കിൽ അലോട്ട്മെൻറ്റ് മണി, ഫസ്റ്റ് കോളിലാണ് പൈസ കിട്ടാത്തതെങ്കിൽ ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോളിലാണ് പൈസ കിട്ടാത്തതെങ്കിൽ സെക്കൻഡ് കോൾ. ഓക്കെ, അപ്പോൾ കിട്ടാതിരിക്കുമ്പോൾ കോൾസിൻ ഏരിയർ ഡെബിറ്റ് ചെയ്യാം. ഇനി ചിലപ്പോൾ സബ്സിക്വൻറ്റ് ഡേറ്റിൽ കോൾ മണി കിട്ടാം കമ്പനിക്ക്. അങ്ങനെയാണെങ്കിൽ ഈ കോൾസിൻ്റെ ഏരിയർ പിന്നീട് കിട്ടുവാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആഫ്റ്റർ ടു കോൾസിൻ ഏരിയർ, അതായത് ബാങ്ക് പൈസ കിട്ടുന്നത് ഡെബിറ്റ് ചെയ്യും, കോൾസിൻ ഏരിയർ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ പിന്നീട് കിട്ടുന്നതാണ് ഉള്ളതെങ്കിൽ, അതായത് ഈ കോൾസിൻ ഏരിയർ 2-3 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫൈനൽ കോളിൻ്റെ അടുത്തോ കിട്ടാം. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. 10% കോൾസിൻ ഏരിയറിന് മാത്രം 10% വരെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞത് അതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ 10%. അങ്ങനെ വരുമ്പം ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നുണ്ട് എന്നുള്ള ജേണൽ എൻട്രി കൂടി ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ മെമ്പേഴ്സിന് കാണിക്കണം. അങ്ങനെ വരുന്ന ജേണൽ എൻട്രി എന്താണെന്ന് വെച്ചാൽ സൺട്രി മെമ്പേഴ്സ് അക്കൗണ്ട് ആഫ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസിൻ ഏരിയർ, ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത്. ഇനി ഏത് ഡേറ്റിനാണോ അവർ തരുമ്പം ബാങ്ക് അക്കൗണ്ട് ആഫ്റ്റർ ടു സൺട്രി മെമ്പേഴ്സ്. ഈ ഇൻട്രസ്റ്റ് കിട്ടുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ആഫ്റ്റർ ടു സൺട്രി മെമ്പേഴ്സ്. കോൾസിൻ ഏരിയർ കിട്ടുമ്പോഴുള്ള ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ആഫ്റ്റർ ടു കോൾസിൻ ഏരിയർ ആണ്. ഇനി ഈ ഇൻട്രസ്റ്റ് ഓൺ കോൾസിൻ ഏരിയർ അക്കൗണ്ട് സാധാരണയായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക.
അപ്പോൾ ഉള്ള ജേണൽ എൻട്രി ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ ഏരിയർ അക്കൗണ്ട് ആഫ്റ്റർ ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ക്വസ്റ്റ്യനിലെ കോൾസിൻ്റെ അരിയറായിട്ട് വന്ന എമൗണ്ട്, അതായത് അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെ അരിയർ ഉണ്ട്, ഫസ്റ്റ് കോളിൻ്റെ കൂടെയും അരിയർ ഉണ്ട്. ഇത് രണ്ടും ഫൈനൽ കോളിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജേണൽ എൻട്രി എഴുതുമ്പം ബാങ്ക് അക്കൗണ്ട് ആഫ്റ്റർ ടു ഫൈനൽ കോളിന് എഴുതി, അതുകൂടാതെ ബാങ്ക് അക്കൗണ്ട് ആഫ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസിന് ഏരിയർ ടു കോൾസിന് ഏരിയർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ സൺട്രി മെമ്പേഴ്സിൻ്റെ ജേണൽ എൻട്രി എഴുതണം എന്നില്ല, കാരണം ഫൈനൽ കോളിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ജേണൽ എൻട്രി വേണം, ഇൻട്രസ്റ്റ് ഓൺ കോൾസിന് ഏരിയർ അക്കൗണ്ട് ആഫ്റ്റർ ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി ഈ ജേണൽ എൻട്രി എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞാൽ ഫൈനൽ കോൾ എല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞു വീണ്ടും 2-3 മാസം കഴിഞ്ഞിട്ടാണ് കോൾസ് ഏരിയറിൻ്റെ എമൗണ്ട് കിട്ടുന്നതെങ്കിൽ ഞങ്ങൾ ഈ ജേണൽ എൻട്രി ഒക്കെ ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പം വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ.